വെൽക്കം ടു മൈ വ്ലോഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ സമയം 8 കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് പോകുന്നത് എവിടെയാ? ഒരു കാശി വിശ്വനാഥ ടെമ്പിളിലും നിങ്ങൾ എന്നെ ഒരുക്കിക്കൊണ്ട് പോകും, ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഒരു കുറ്റാലം ഫോൾസിലുമാണ്, വാട്ടർഫോൾസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് നമ്മുടെ തെങ്കാശിയിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ നമ്മള് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാശി വിശ്വനാഥ സ്വാമി ടെമ്പിളിൽ തൊഴാൻ പോവാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മള് തൊഴുതിട്ട് വരാം. അങ്ങനെ നമ്മള് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. നല്ലപോലെ ശിവനെ കണ്ടു. നല്ല വലിയൊരു ശിവനും ആള് കുറവായത് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അതുപോലെ ഭഗവാനിക്ക് ഭസ്മവും കിട്ടി. തിരുമേനിടുന്ന അല്ലേ? ഇവിടെ നിറച്ച് ദൈവങ്ങളുടെ പ്രതിഷ്ഠയാണ്. ഞങ്ങൾ അകത്ത് കയറി ഇപ്പം ചുറ്റ് അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി അമ്പലം, നല്ല സമാധാനമുള്ള ഒരു അമ്പലം. പക്ഷെ ഒരു മെയിൻ്റനൻസ് പണി നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. ആ, ഉത്സവത്തിന് ഇറക്കുന്ന ശരിക്കുള്ള കാശിയിൽ ഇപ്പോൾ തൊഴാൻ പറ്റാത്തവർക്ക് ഇവിടെ ഒന്ന് തൊഴുത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. അതുകൊണ്ടാണ് ഇവിടെ തെങ്കാശി എന്ന് പറയുന്നത്, തെക്കേലെ കാശി എന്നറിയുന്നത്. ഇവിടെ കൂടുതലും ഈ ശിവൻ, മുരുകൻ, പിന്നെ ദേവി അങ്ങനത്തെ ഒക്കെയാണ് കൂടുതലും ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു ആൽമരമാണ്. ഇതിലാണ് നമ്മൾ മറ്റേ കുഞ്ഞുങ്ങൾ ഇല്ലാത്തൊരു തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ കാശി വിശ്വനാഥ സ്വാമിയിൽ ഫ്രണ്ടിൽ തന്നെ ദൈവത്തിൻ്റെ വാഹനമായ നന്ദീനെ നമുക്ക് കാണാം. വലിയൊരു നന്ദിയാണ്. ദൈവം ഇങ്ങനെ നേരെ ഇരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഗോപുരം. അങ്ങനെ ഗായക്ക് ഞാൻ മുല്ലപ്പൂവും താമരയും റോസും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറേ ആട്ടിൻകുട്ടികളെ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കാറൊക്കെ ഒന്ന് നിർത്തി ബബ്ബുവിനെ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. ബബ്ബു ആട്ടിൻകുട്ടിയെ കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു ആട്ടിൻകുട്ടി മാറിപ്പോയി വഴി. അപ്പം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഫ്രഷായി റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് ഇവിടുത്തെ മാനേജർ പറഞ്ഞത് ഇവിടെ ഒരു മുരുകൻ്റെ കോവിലുണ്ട്, ഇവിടെ ഷഷ്ടി പ്രത്യേക ഒരു വിശേഷമാണ്, അപ്പോൾ അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് പോയിക്കോളൂ എന്ന്. അപ്പം ഞങ്ങൾ അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ, അതായത് ഡ്രിസിൽ എന്ന് പറഞ്ഞ ഹോട്ടലിന് അടുത്ത് തന്നെ ഉള്ളൊരു കുമാരൻ കോവിലാണിത്, അതായത് മുരുകൻ്റെ അമ്പലം. ഈ മുരുകൻ്റെ അമ്പലം ആക്ച്വലി ഇപ്പം അടച്ചിട്ടിരിക്കുകയാണ്. രാവിലെ 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. പക്ഷെ ഞങ്ങളത് അറിഞ്ഞില്ല. ഇവിടെ ഞങ്ങളുടെ ഹോട്ടലിലെ മാനേജറാണ് പറഞ്ഞു ഇങ്ങനെ ഒരു കിടിലൊരു അമ്പലം ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു അമ്പലവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു രക്ഷയില്ല. കൂടാതെ ഇവിടെ തന്നെ ഫ്രണ്ടിലായിട്ട് നല്ല പാടങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. ചോട്ടിലിരുന്ന് ഒരു ഫോട്ടോ എടുക്കണം ആഗ്രഹം. നമുക്ക് നല്ലൊരു ഫീൽ ആയി, നല്ല കാറ്റ്, നല്ലൊരു നമ്മളിങ്ങനെ മനസ്സിൽ നമുക്കൊരു സന്തോഷം. അതെ, ഇത്രയും ഒരു ദിവസം പോരാ അല്ലേ? കാരണം പണ്ട് എന്നോട് ഇങ്ങനെ തെങ്കാശി എന്ന് പറഞ്ഞപ്പോ ഗായത്രിയോട് പറഞ്ഞത് തെങ്കാശി ഒന്നും ഇല്ല, വേഗം ഇത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മള് പണ്ട് വന്നപ്പോ അങ്ങനെ തോന്നി. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ ഒന്ന് കണ്ടെന്നാ ഇങ്ങനെ പോകാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ കാണാത്ത എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഗായ ആ ആഗ്രഹം സഫലമാക്കി. കാരണം ഇത്രയും വലിയൊരു മരത്തിന്റെ താഴെ വന്ന് ഇങ്ങനെ ഇരിക്കുക, ഫോട്ടോ എടുക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അമ്പലം തുറന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തിരിച്ചു പോയത്. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് കുറ്റാലം വാട്ടർഫോൾസ് കാണാനാണ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കുറ്റാലത്തെ മെയിൻ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയാണ്. അപ്പം ഇതാണ് ആ സ്ഥലം. പക്ഷെ എങ്ങോട്ട് ഓട്ടോ പാർക്കിംഗ് എന്നൊക്കെയാണ് എവിടെ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ 50 രൂപ കൊടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ട് കയറാൻ.
പിന്നെ ഞാനോട് ചോദിച്ചു ഇനി ബാക്കിയുള്ള ഫോൾസ് അവിടെ കുളിച്ചിട്ട് വാ അപ്പൊ പറഞ്ഞു തരേ എന്ന് പറഞ്ഞു. അപ്പം അതിനു വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് കുട്രാല മെയിൻ ഫോൾസിലാണ്. ഇങ്ങനത്തെ ഒരു വാട്ടർ ഫാൾസ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്. ഇത്ര അടുത്തല്ലേ? ഇത്ര അടുത്ത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞിട്ടില്ല, ഇവിടെ കുറെ ഭയങ്കര കൊത്തുപണിയും കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ശിവന്റെ മറ്റേ ശിവലിംഗമൊക്കെ ഇങ്ങനത്തെ പണ്ടത്തെ കാലത്തൊക്കെ ചെയ്തതായിരിക്കും. അതുമല്ല നിങ്ങൾ താഴെ നോക്കുവാണെങ്കിൽ എത്ര പേര് കുളിക്കാൻ വയ്ക്കുമെന്ന് നോക്കിയേ. ഞാൻ കുറച്ച് ആരും കാണത്തില്ല. ഇല്ലില്ല, ഭയങ്കര ഡേഞ്ചറാണ്. ഇന്ന് ഇവിടുത്തെ ആൾക്കാർക്കൊരു സമാധാനമില്ല. പിന്നെ ബബുമണി കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കുന്നില്ല. ബബു ഫുൾ എൻജോയ് ചെയ്യുക. ബബു ഇങ്ങനെ ആദ്യമായിട്ടല്ല കാണുന്നത്. പാറയുടെ ഇടയിലും കാട് പോലെ നിൽക്കുന്നത് നല്ല രസമുണ്ടല്ലോ അത് കാണാൻ. പിന്നെ ഇവിടെ ഒരു ശിവന്റെ അമ്പലം ഉണ്ടല്ലേ, ശിവപാർവതി. അതിങ്ങനെ മിക്ക വാട്ടർഫോൾസ് ഏരിയസിലും നമ്മള് അല്ലേ, അതെനിക്കൊന്ന് ഇങ്ങനെ ബലിയിടുന്നോണ്ടൊക്കെ ആയിരിക്കും അല്ലേ, പാപനാശം പോലെയൊക്കെ. തിരുപ്പതിയിലുണ്ട് ഇതേപോലെ ഒരു അമ്പലം. ഈ വെള്ളം അത്ര ഫോഴ്സിലാ വരുന്നത്, കാരണം മേളിന്ന് വരുമല്ലേ. പക്ഷെ വന്ന് നിന്ന് കുളിച്ചു കഴിഞ്ഞാലേ നമ്മുടെ പുറമേനൊക്കെ സൂപ്പറാ മാറി കിട്ടും. അപ്പൊ ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത് കുട്രാലത്തിൽ തന്നെ അടുത്ത വാട്ടർഫോൾസ് ആയ 5 വാട്ടർഫോൾസിലാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, 5 വാട്ടർഫോൾസ്. ഇവിടെ ഇപ്പൊ 2 സെക്ഷനായിട്ടാണ് ഇവിടെ കുളിക്കുന്നത്, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ആണുങ്ങളുടെ സൈഡാണ്. പെണ്ണുങ്ങളുടെ സൈഡിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ പോലീസും സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് 5 വാട്ടർഫോൾസ്, 5 വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ തെങ്കാശിയിലെ 2ാമത്തെ ദിവസം ഇന്ന് നമ്മൾ ഇവിടെ മറ്റേ കാശി വിശ്വനാഥ അമ്പലത്തിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വന്നപ്പോഴത്തേനും നമ്മുടെ അവിടെ നിന്നുണ്ടായിരുന്ന ഒരു മാനേജർ പറഞ്ഞു ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പം അങ്ങനെ അവിടെയും ഒരു മുരുകൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അപ്പം അവിടെയും പോയി, കാരണം ഷഷ്ടി ആയതുകൊണ്ട് ഇന്ന് അവിടെ ഇച്ചിരി ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കണ്ടു, ദൈവാനുഗ്രഹം കൊണ്ട് ദൈവത്തിനെ തൊഴാൻ പറ്റി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വരുന്ന വഴിക്ക് തന്നെ മറ്റേ നൊങ്ക് കള്ളല്ലേ, നൊങ്ക് കള്ള് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആൽക്കഹോൾ അല്ല, ആ നൊങ്കിന്റെ വെള്ളവും പിന്നെ നൊങ്കും നമ്മുടെ ഒരു കുമ്പിള് പോലെ അതിന്റെ ഇല ഒരു കുമ്പിള് പോലെ ആക്കിയിട്ട് നമുക്ക് അതിനകത്ത് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ അവര് ചെയ്തു തന്നു. അപ്പൊ അതും അടിപൊളിയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ തെങ്കാശിയിലെ 2ാമത്തെ ദിവസം. അങ്ങനെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. പക്ഷേ ഇച്ചിരി മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അതുമല്ല ബബ്ബുമണിയുടെ ഫസ്റ്റ് പുറത്തോട്ട്, അതായത് കേരളം വിട്ട് പുറത്തോട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ അവൻ്റെ ഒരു കംഫർട്ടും കൂടെ നമ്മൾ നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുട്രാലും വെള്ളച്ചാട്ടങ്ങളെ നമ്മൾ കണ്ടു. പക്ഷെ അവിടെ ഒന്നും പോയി കുളിച്ചില്ല. ഇതന്നെ സെയിം കണ്ടിട്ട് വന്നു നമുക്ക്, അത്രേ ഉള്ളൂ. ഇവൻ ഒന്ന് വലുതായിട്ട് വേണം ഇവനുമായിട്ട് എനിക്കൊന്ന് കുളിച്ച് അർമാദിച്ച് വരാൻ. കുളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ദിവസം. അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. வீடியோ முதல்ல எடுக்கணும். பிடிங்க, அந்த நொங்கோட சேர்த்து பிடிக்கணும். கருப்பட்டி சக்கரை நல்ல இளங்க கருப்பட்டி சக்கரை எல்லாம் எடுத்து நல்ல உடம்பு சூடுக்கலாம் நல்லது. சக்கரை நல்ல எல்லாரும் குடிக்கும். சூப்பரா கொள்ளாமா.